പ്രധാനമന്ത്രിയെ കണ്ടു, വളരെ കോർഡിയലായിട്ട് എന്നെ സ്വീകരിച്ചു, വളരെ ഹൃദ്യമായിട്ട് എന്നോട് സംസാരിക്കുകയും ചെയ്തു. എന്തൊക്കെ വിഷയമാണ് പ്രധാനമായിട്ടും എൻ്റെ തിരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങളുടെ സഭയുടെ സ്നേഹവും ആദരവും ഗവൺമെൻറ്റിനോട് അറിയിക്കാനുള്ള എൻ്റെ ഒരു കടപ്പാടിൻ്റെ പേരിലാണ് ഞാൻ ഡൽഹിയിലേക്ക് വന്നത്. ഡൽഹി ഫരീദാബാദ് പിതാവ് കുര്യാക്കോസ് ഭരണകുളങ്ങര പിതാവിനെ സന്ദർശിക്കാനും എനിക്ക് പ്ലാനുണ്ടായിരുന്നു. അക്കൂട്ടത്തിലാണ് ഇങ്ങനൊരു സന്ദർശനം ഇവിടെ ക്രമീകരിച്ചത്. ഇതിൽ വേറെ ഒരു അജണ്ട വെച്ചിട്ടുള്ള ഒരു സന്ദർശനമല്ല. മറ്റെന്തെങ്കിലും സാമൂഹികമായ രാഷ്ട്രീയമായ വിഷയങ്ങൾ സംസാരിച്ചു? പൊതുവെ ഹൃദ്യമായിട്ടുള്ള ഒരു സംഭാഷണം എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു അജണ്ടയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കേണ്ടി വന്നുമില്ല. ഗവൺമെൻറ് നിങ്ങളോട് എന്നും പരിഗണന കാണിക്കുമെന്നും പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സമുദായം, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ജനാധിപത്യ പ്രക്രിയയിലൂടെ വന്നൊരു ഗവൺമെൻറ്റിനോടുള്ള ആദരവും സഹകരണവും ഉണ്ടെന്നുള്ള ഒരു നിലപാടുമാണ്. അതുകൊണ്ട് വളരെ അജണ്ടകളൊന്നും ഇല്ലാത്ത ഒരു സന്ദർശനമാണ്. സഭയ്ക്ക് ആശങ്കയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും ഈ ചർച്ചയിൽ അതൊന്നും തന്നെ ഞങ്ങളെടുത്ത്, കാരണം അങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിലല്ല ഞങ്ങളുടെ ഈ സന്ദർശനം. ഈ സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിലേ ഇപ്പോൾ ഈ നിരവധി ക്രൈസ്തവ സംഘങ്ങൾക്കെതിരെ എല്ലാം അതിൽ നിങ്ങൾക്ക് അതൃപ്തി, വളരെയധികം തീർച്ചയായിട്ടും CBCIയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡൽഹിയിലേക്ക് വന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ ഡൽഹിയിലേക്ക് വന്നത്. ഒരുപക്ഷെ CBCIയുടെ മീറ്റിങ്ങിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറേ കൂടെ കൃത്യമായും വ്യക്തമായിട്ടുള്ള ഒരു ചർച്ചകൾ ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെ ബിഷപ്സ് സന്നിഹിതമായിട്ടുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു അത്. അതിൻ്റെ ഭാരവാഹികൾ അതിന് ശേഷം, കാരണം ഞങ്ങൾ ബാക്കിയുള്ളവരൊന്നതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്നുള്ള ഒരു നിലപാടാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഭാരവാഹികൾ CBCIയുടെ മീറ്റിങ്ങിന് ശേഷം പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവരവിടെ പറഞ്ഞു. മീറ്റിങ്ങിൽ വെച്ച് ഈ സിറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിമർശനങ്ങൾ ഉയർന്നു. പ്രത്യേകിച്ച് മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ പോലും സിറോ മലബാർ സഭയിലുള്ള പലരും BJPയുമായി അടുത്ത ബന്ധം വെക്കുന്നു. എന്നാൽ അതേസമയം തന്നെ അവസരം ലഭിച്ചിട്ട് മണിപ്പൂർ വിഷയമൊന്നും സർക്കാരിന് മുന്നിൽ പറയുന്നില്ല എന്നുള്ളൊരു വിമർശനം വരുന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. ഞാൻ ഈ മീറ്റിങ്ങിൽ പൂർണ്ണമായിട്ട് സംബന്ധിച്ച ഒരാളാണ്. ഞാനുള്ള ഒരു സെഷനിലും അങ്ങനെയുള്ളൊരു ചർച്ചകൾ ഉണ്ടായിട്ടില്ല. വളരെ കൃത്യമായിട്ടുള്ളൊരു അജണ്ട വെച്ചിട്ടാണ് മീറ്റിംഗ് നിർവഹിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ എവിടെ നിന്ന് വന്നു എന്നതിനെ സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രതികരണം മുൻപൊന്നും ഉണ്ടാകാത്ത രീതിയിലൊരു ആശങ്ക ശരിക്കും ക്രൈസ്തവ സഭയ്ക്ക് ഇല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. വിവിധ സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പള്ളിക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്ന സാഹചര്യമുണ്ട്. അപ്പം അസഹിഷ്ണുത വളരെ സഭയിലെ പുരോഹിതർക്കെതിരെ കേസുകൾ എടുക്കുന്ന സാഹചര്യം. അപ്പം അതിനെ എങ്ങനെയാണ് സഭ ഇനി ഒരു നേരിടാനായി പോകുന്ന അഡ്രസ് ചെയ്യുന്നത്? എങ്ങനെയാണ് സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഈ ന്യൂനപക്ഷ സമൂഹമെന്ന നിലയ്ക്കും ക്രൈസ്തവ സമൂഹമെന്ന നിലയ്ക്കൊക്കെയുള്ള പ്രവർത്തന സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചൊക്കെ CBCIയുടെ മീറ്റിങ്ങിൽ കൃത്യമായിട്ട് ഞങ്ങൾക്ക് എല്ലാ ലോക്കൽ ബിഷപ്സും സന്നിഹിതമായിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് ചില അനുഭവങ്ങളുടെ വിവരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഈ ചർച്ചയിൽ വന്നില്ല. ഈ ചർച്ച അങ്ങനെയുള്ളൊരു ചർച്ചയല്ലായിരുന്നു. പക്ഷെ അതൊക്കെ പറയാൻ നല്ല അവസരമായിരുന്നു. ഇത്ര അടുത്ത് കാണുകയാണല്ലോ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു വിസിറ്റായിട്ടല്ല ഞങ്ങളെ അവർ സ്വീകരിച്ചു. ഇപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കോർഡിയൽ ആൻഡ് ഒരു വിസിറ്റ് പോലെയാണ് ഇതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് കടക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പ്രധാനമന്ത്രി അതിനെ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല. പ്രധാനമന്ത്രി അത് പ്രത്യേകിച്ച് ആരാഞ്ഞു.